ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതായത് AP അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് പ്രോഗ്രഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് 10th സ്റ്റാൻഡേർഡിൻ്റെ CBSE സിലബസ്. എന്താണ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ, സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഒരു നമ്പർ ഡിസൈൻ ചെയ്തത് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഇതാക്കുക. എന്താണ് ഇപ്പോൾ നോക്കി നോക്കുക, 1, 8, 27, 64, 125 ഇങ്ങനെ നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അറേഞ്ച് ചെയ്യാൻ ഡെഫിനേറ്റ് ഓർഡർ അക്കോർഡിംഗ് ടു സം റൂൾസ്. ഇത് സം റൂൾസ് വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ഓർഡറിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഓർഡർ ഇതാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, 1 ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ്, സെക്കൻഡ് നമ്പർ 2, 8 ആൻഡ് തേർഡ് നമ്പർ 27. അങ്ങനെ അതൊരു പ്രത്യേക ഇതിലിപ്പോൾ എന്താണ് 1 8 സ്ക്വയറിന് 2 ക്യൂബ് 8, അതായത് ഒന്നാമത്തെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്. അങ്ങനെ ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ ഒരു ഡെഫിനേറ്റ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന നമ്പറിൻ്റെ സീരീസിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അതായത് സീക്വൻസ്. ഇനി നമ്മൾ സീക്വൻസ്. ഇനി അടുത്തത് അക്കോർഡിംഗ് ടു സം റൂൾ. സീക്വൻസ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ്, അതായത് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ എ ഡെഫിനേറ്റ് ഓർഡർ അക്കോർഡിംഗ് ടു സം റൂൾ. ഇവിടെ റൂൾ ചെയ്തിരിക്കുന്നത് എന്താണ്, ഇത് ഓരോന്നിൻ്റെ ക്യൂബാണ്. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ, അതായത് 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്. അങ്ങനെ ആ ഒരു നമ്പേഴ്സിനെ ഓരോന്നിൻ്റെ ക്യൂബായിട്ടാണ് നമ്മളിതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ നമ്പേഴ്സിനെ നമ്മൾ എന്താ പറയുക, സീക്വൻസിന് എന്ത് പറയും, സീരീസിന് എന്ത് പറയും, സീക്വൻസ് എന്ന് പറയും. ഇനി നമ്മൾ ഇതിൽ ഓരോ ടേമിന് ഇപ്പം ഇതിൽ ഒന്നാമത്തതിന് ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം, അങ്ങനെ നമ്മൾ ഒരു ടേം ആയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 2, 4, 6, 8, 10 എന്ന് പറയുന്ന സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസിൽ നമുക്ക് ഫസ്റ്റ് ടേമിന് നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. അത് നമുക്ക് എങ്ങനെയാണ് പറയാം, A1 എന്ന് പറയാം. A1 അല്ലെങ്കിൽ X1, X2 അങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം ഈ സീക്വൻസിന്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഡിനോട്ട് ചെയ്യാണ് A2 എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ്. ഇതിനെ നമ്മൾ A1 അല്ലെങ്കിൽ X1 എന്നും പറയാം. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് സെക്കൻഡ് ടേം. അതിനെ നമ്മൾ എന്ത് പറയും, ദാറ്റ് ഈസ് A2 എന്ന് പറയും. അപ്പോൾ ഇവിടെ 8 എത്രാമത്തെ ടേമാണ്, 1, 2, 3, 4 ഫോർത്ത് ടേമാണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫോർത്ത് ടേമിനെ നമുക്ക് എന്ത് പറയാം, 8 ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് A4 എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ ഇതിൽ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ആണ് സീക്വൻസിൽ നമ്പേഴ്സിനെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേംസ് എന്ന് ഇതാക്കുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു ഗിവൺ നാച്ചുറൽ നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 2, 4, 6, 8, 10 എന്ന് പറഞ്ഞാൽ ഈ നാച്ചുറൽ നമ്പേഴ്സിൽ തന്നെ A1 എന്ന് പറയുന്ന ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2ഉം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2ന്, അതായത് 2, 4, 6, 8, 10 അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ടേമിന് A1 is equal to 2 ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 2 into 1 എന്നത് അല്ലേ, 2 is equal to 2 into 1 എന്നത്. രണ്ടാമത്തെ എന്താണ്, 4 ആണ്. നമുക്ക് A2നെ നമുക്ക് എന്ത് ചെയ്താൽ, സെക്കൻഡ് ടേമിന് A2 is equal to 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 2 into 2 എന്ന് എഴുതാം. A3 എന്ന് പറഞ്ഞാൽ എന്താണ്, A3 is equal to 6 ആണ് വരുന്നത്. ഇവിടെ 6 അല്ലേ, A3 is equal to 6 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 6നെ നമുക്ക് എന്ത് കൊടുക്കുക, അത് 8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകുന്നു. അപ്പോൾ A4 is equal to ഇവിടെ എന്താണ് വരുന്നത്, ഇവിടെ A4 is equal to 8 ആണ് വരുന്നത്. ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8ന് നമുക്ക് എന്ത് ചെയ്താം, 2 ഇൻറ്റോടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 8 കിട്ടുക, 2 ഇൻറ്റോടെ 4 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫസ്റ്റ് ടേമിനെ 1 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, 2നെ 1 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടും. 2നെ 2 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ടേം കിട്ടും. 3 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടും. 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർത്ത് ടേം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, nth ടേം എന്ന് പറയുന്നത് നമുക്ക്
എന്താ പറയുക, എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ nth ടേം, A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, A2 ഈക്വൽ ടു സെക്കൻഡ് ടേം. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ nth ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതായത് 4th ടേം കാണണമെങ്കിൽ നമുക്ക് 2നെ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ nth ടേം കാണണമെങ്കിൽ നമുക്ക് 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2നെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, n2n എന്ന് അറിയാം. അപ്പോൾ ഇതിൻ്റെ ഈ സീക്വൻസിനെ നമുക്ക് എങ്ങനെ, സീക്വൻസിൻ്റെ കണ്ടിന്യൂസ് നമ്പേഴ്സ് കാണാൻ നമുക്കിങ്ങനെ എ റേസ് ടു n ഈക്വൽ 2 റേസ് ടു n ഇങ്ങനെ 2n എന്ന് എഴുതാം. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. എക്സാമ്പിൾ 2. അതെന്താണ്, 1,4,9,16,25 ഇങ്ങനെ വരും. അപ്പോൾ എന്താണ് ഇവിടെ A1 എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ എല്ലാം സ്ക്വയർ ടേം ആണ്. അതായത് 2 എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിന് നമുക്ക് എന്താ പറയുക 2 സ്ക്വയർ ആണ്, തേർഡ് ടേമിന് 3 സ്ക്വയർ, ഫോർത്ത് ടേമിന് 4 സ്ക്വയർ, ഫിഫ്ത്ത് ടേമിന് 5 സ്ക്വയർ. അപ്പോൾ നമുക്ക് A1നെ നമുക്ക് എന്തെടുക്കാം, 1 സ്ക്വയർ എന്നതാണ്. A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, 2 സ്ക്വയർ ആണ്. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ആണ്. അങ്ങനെ പോകും. അപ്പം നമുക്ക് nth ടേമിന് നമുക്ക് എന്ത് എഴുതാം, n സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ സിമിലർലി കൺസിഡർ ഈ നമ്പേഴ്സിന് നമുക്ക് അങ്ങനെ എഴുതാം. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെ. വേറെ എക്സാമ്പിൾ എടുക്കുമ്പോൾ എന്താണ്, 1,3,5 ആൻഡ് 7,9,11 എക്സെട്ര എന്ന് വരികയാണ്. അപ്പോൾ ഇവിടെ A1 ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. 1 നമുക്ക് എന്തെഴുതാം, 2 നമുക്ക് എന്ത് ചെയ്താൽ 2 × 1 - 1 എന്നത്, ദാറ്റ് ഈസ് ഈക്വൽ 2 - 1 അല്ലേ. 2 × 1, അതായത് ഫസ്റ്റ് ടേം 2നെ നമുക്ക് 1 കൊണ്ട് ഫസ്റ്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 മൈനസ് ചെയ്തു. അപ്പോൾ 2 - 1 ഈക്വൽ ടു 1 കിട്ടി. നമുക്ക് അതേപോലെ A2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ, A2 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 3 ആണ് വരുന്നത്. അപ്പോൾ 3നെ നമുക്ക് എന്ത് ചെയ്യാം, A2 എന്ന് പറയുമ്പോൾ 2 × 2 - 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 1 ഈസ് ഈക്വൽ ടു 3 എന്ന് വന്നു. പിന്നെ അടുത്ത എന്താണ്, 5 ആണ്. 5 ദാറ്റ് ഈസ് A3 ഈസ് ഈക്വൽ ടു 5, ദാറ്റ് ഈസ് 2 × അതായത് nth ടേം. അപ്പോൾ 2 × 3 ടേം, തേർഡ് ടേം ആണ്. അപ്പോൾ 3 - 1 ദാറ്റ് ഈസ് ഈക്വൽ 6 - 1 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജനറൽ ഫോം നമുക്ക് എന്ത് ചെയ്താൽ, AN ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ 2 × nth ടേം അല്ലേ. ഇവിടെ ഫസ്റ്റ് ടേം ആയിരുന്നെങ്കിൽ തേർഡ് ടേം ആണെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഫസ്റ്റ് ടേം ആകുമ്പോൾ 1 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് മൈനസ് ചെയ്യുന്നു. അപ്പോൾ nth ടേം ആയതുകൊണ്ട് 2 × n എന്ത് ചെയ്യുക, -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2n - 1 എന്ന്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ ടൈപ്പ് സീക്വൻസിൻ്റെ nth ടേം കാണണമെങ്കിൽ നമുക്ക് 2n - 1 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ സീക്വൻസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് ജനറലി നമുക്ക് എന്ത് പറയാം, AN എന്ന് പറഞ്ഞാൽ nth ടേമിന് നമുക്ക് എന്ത് ചെയ്യാം, AN അപ്പം അതായത് 2n - 1 എന്ന് വന്നു അല്ലേ. 2, 4, 6, 8 2n ആണ്. അതായത് നമ്മളിപ്പോൾ ഈ കണ്ട എക്സാമ്പിൾസ് എന്നൊക്കെ നമുക്ക് എന്താ കിട്ടി, 2, 4, 6, 8, 10 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് AN എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ സീക്വൻസിൽ നമ്മൾ AN കണ്ടുപിടിച്ചിരിക്കുന്നത് 2n എന്നാണ്. n ഈക്വൽ എന്താണ്, 1, 2, 3 എക്സെട്ര. ഈ രണ്ടാമത്തെ ഇക്വേഷൻ എക്സാമ്പിൾ നമ്മൾ കണ്ടുപിടിച്ച 1, 3, 5, 7, 9 എക്സെട്ര എന്ന് പറയുന്നതിൽ AN ഈക്വൽ നമുക്ക് എന്താ കിട്ടി, 2n - 1, n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര അങ്ങനെ വന്നു. അപ്പോൾ നമ്മൾ വേറൊരു സീക്വൻസ് എടുക്കുകയാണ്. ഇതാണ് നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച സീക്വൻസിൽ. നമുക്കിനി അടുത്ത സീക്വൻസാണ് 1, 1/2, 1/3, 1/4, എക്സെട്ര. അപ്പോൾ നമുക്ക് AN എന്ന് പറഞ്ഞാൽ എന്താണ്, 1/n എന്ന് എഴുതാം. കാരണം ഫസ്റ്റ് ടേം എന്താണ്, 1/1 ഈക്വൽ ടു 1/1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 1 കിട്ടി. സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ A2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, 1/3. അപ്പോൾ നമുക്കിതിനെ 1/n എന്ന് എഴുതാം. n എന്ന് പറയുന്നത് എന്താണ്, n ഈസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര എന്ന് വന്നു. പിന്നെ അടുത്തത് നമ്മൾ അടുത്ത സീക്വൻസാണ് 1, 4, 9, 16 എന്ന് പറയുന്നത്. ഇതിൽ AN എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം, n സ്ക്വയർ എന്ന് എടുക്കാം. കാരണം എന്താണ്, A1 ഫസ്റ്റ് ടേം 1 സ്ക്വയർ, 1 സ്ക്വയർ ഈക്വൽ ടു 1, A2 2, സെക്കൻഡ് ടേം 2 സ്ക്വയർ ഈക്വൽ ടു 4, തേർഡ് ടേം A3 ഈക്വൽ ടു 3 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9, A4 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ ദാറ്റ് ഈസ് 16. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇതിലുള്ള എക്സസൈസ് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് റൈറ്റിംഗ് ഡൗൺ ദ അതർ ടേംസ് ബിക്കംസ് ക്ലിയർ. അതായത് വി ക്യാൻ ഓൾസോ ഡിസ്ക്രൈബ് ദ സീക്വൻസ് ബൈ റൈറ്റിംഗ് ഓൾജിബ്രൈക്ക് ഫോർമുലയിൽ നമുക്ക് nth ടേമിനെയും ജനറൽ ഓർ അല്ലെങ്കിൽ ജനറൽ ടേം ആക്കിയിട്ട് എഴുതാൻ പറ്റും. ഇനി ചില കേസസിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഫിക്സഡ് പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അപ്പം നമ്മളിപ്പോൾ നോക്കുകയാണ് കൺസിഡർ ദ ഇൻസിസ്റ്റൻസ് ദ സീക്വൻസ്. അതായത് നമുക്ക് ഇതിനൊരു എന്താ പറയുക, നമുക്ക് ഈ റൂളൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാണ് ഓൾജിബ്രൈക്ക് ഫോമിലിൻ്റെ nth ടേം അല്ലെങ്കിൽ ജനറൽ ഫോം എഴുതാൻ പറ്റും. ചില കേസിൽ നമുക്ക് ഫിക്സഡ് പാറ്റേൺ എഴുതാനും പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഇത് നോക്കി നോക്ക്, 1, 1, 2, 1, 2, 3, 5, 8 എക്സെട്ര എന്നാണ്. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, A1 = 1 ആണ്, A2 = 1 ആണ്, A3 = എന്താണ് 2 ആണ്. അതിനെ നമുക്ക് എന്തെഴുതാം, 1 + 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് A1 + A2 എന്ന് എഴുതാം അല്ലേ. രണ്ടാമത്തെ എന്താണ്, A4 = എന്താണ് 3 ആണ്. നമുക്കതിന് എന്ത് എഴുതാം, 1 + 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 + 2 എന്നത് A1 എന്ന് പറഞ്ഞാൽ എന്താണ്, A1 ആണ്. A1 + A2 എന്ന് പറഞ്ഞാൽ എന്താണ്, A2 എന്ന് പറഞ്ഞാൽ A3 ആണ്. A1 + A3 എന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അതേപോലെ തന്നെ A5 = എന്താണ് 5 ആണ്. അതിനെ നമുക്ക് 2 + 3 എന്നതാണ്. ഇവിടെ 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 എന്ന് വരുന്ന തേർഡ് ടേം ആണ്. അപ്പോൾ ദാറ്റ് ഈസ് A3 + 3 എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടിയത്, 2 + 3 A3 + A4. A4 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ജനറലായിട്ട് എന്ത് പറയാൻ പറ്റും, ANനെ നമുക്ക് എന്തെടുക്കാം, AN-1. അതായത് ഇവിടെ 2 എന്ന് പറഞ്ഞാൽ AN-1 പ്ലസ് AN-2. ദാറ്റ് ഈസ് 4 എന്താണ്, 4n > 2 ആണ്. ദസ് ദ എബോ ഇക്വേഷൻസ് നമുക്കിപ്പോൾ നോക്കാം. A1 = 1 ആണ്, A2 = 1 ആണ്. അപ്പോൾ AN എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം, AN-1 പ്ലസ് AN-2 ആണ്. നോക്കാം, AN-1 എന്ന് എന്നിന് പകരം ഇവിടെ 1 - 1 എന്ന് പറഞ്ഞാൽ AN-1 പ്ലസ് AN-2 എന്ന് എഴുതാം. നമുക്ക് N-1 പ്ലസ് AN-2. അതായത് AN എന്ന് പറയുമ്പം നമുക്ക് 1 - 1 ദാറ്റ് 0 കിട്ടും അല്ലേ. 0 പ്ലസ് nth ടേം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കാം. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് A6 കാണണമെന്ന് വെച്ചോ. A6 കാണണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം, സോറി അപ്പോൾ A6 കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ 6ൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ A6 - 1 പ്ലസ് A6 - 2 എന്ന് വരും. ദാറ്റ് ഈസ് A6 - 1 എന്ന് പറഞ്ഞാൽ എന്താണ്, A5 പ്ലസ് A4 അങ്ങനെയല്ലേ ഇവിടെ വരുന്നത്. അതായത് എന്താണ്, A5 ആണെങ്കിൽ A3 പ്ലസ് A4, അങ്ങനെ A4 ആണെങ്കിൽ A1 പ്ലസ് A3, അതുപോലെ തന്നെ A6 ആണെങ്കിൽ A5 പ്ലസ് A4 അങ്ങനെയല്ലേ. അപ്പോൾ നമുക്കിതാണ് ഇതിൻ്റെ ജനറൽ ഫോമിലാക്കിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൊടുക്കാം. റൈറ്റ് ദ ഫസ്റ്റ് ടേം, ഫസ്റ്റ് 3 ടേം in each case, each of the sequence is defined by the following. Okay, first one എന്ന് പറഞ്ഞാൽ AN = 3n + 2 ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞ ഫസ്റ്റ് 3 ടേം ആണ്. അപ്പോൾ നമുക്ക് A1 കാണണം, A2 കാണണം, A3 കാണണം. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 × എൻ്റെ അടുത്തെല്ലാം നമ്പർ കൊടുക്കുക. A3 × 1 + 2 ദാറ്റ് ഈസ് = 3 × 1 എന്ന് പറഞ്ഞാൽ 3 + 2 എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ A1 = 5 കിട്ടി. നമുക്ക് A2 കാണണമെങ്കിൽ എന്തെടുക്കണം, 3 × 2 + 2 ദാറ്റ് ഈസ് = 6 + 2 ദാറ്റ് ഈസ് 8 എന്ന് വന്നു. 6 + 2 8 വന്നു. ഫസ്റ്റ് 3 ടേം അല്ലേ. A3 = എന്താണ്, 3 × 3 + 9 ദാറ്റ് ഈസ് = 9 + 9 സോറി ഇവിടെ 2 അല്ലേ, 9 + 2 ദാറ്റ് ഈസ് 11 വന്നു. ഇതാണ് ഫസ്റ്റ് 3 ടേംസ്. അപ്പോൾ തന്നെ ആൾജിബ്രയ്ക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ എത്ര ടേമാണോ കാണേണ്ടത് ആ ടേം ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേറൊരു ഇക്വേഷൻ കൊടുത്ത് റൈറ്റ്
ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയാം. ഫസ്റ്റ് 5 ടേംസ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്? ഡിഫൈൻഡ് ബൈ ദ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഡിഫൈൻഡ് ബൈ ദ ഇക്വേഷൻ. ഡിഫൈൻഡ് ബൈ എന്താണ്? a raised to n is equal to minus 1 raised to n minus 1 into 2 raised to n എന്ന് പറയുന്ന ഇക്വേഷനാണ്. അപ്പം നമ്മൾ n എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് -1 raised to n minus 1 into 2 raised to n ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് 5 വേണം. അപ്പോൾ a1 is equal to എന്താണ്? -1 raised to 1 minus 1 into 2 raised to 1. 1 raised to 1 എന്ന് പറഞ്ഞാൽ 0. 1 raised to 0 raised to എക്സ്പൊണൻസ് 0 ആകുമ്പോൾ അത് 1 ആവും. 1-നപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. ഇനി നമുക്ക് a2 സീക്വൽ എന്താണ്? -1 raised to എൻ്റെ അടുത്തൊക്കെ ആ 2 കൊടുക്കുക. 2 minus 1 into 2 square. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? -1 raised to 1 into 2 square into 2 square എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? -2ൻ്റെ ഇത് 1 ആയിരിക്കും, -1 ആയിരിക്കും. അപ്പോൾ 2 square എന്ന് പറഞ്ഞാൽ -4 into 1 ആകുമ്പോൾ -4. a2 നമുക്ക് -4 കിട്ടി. ഇനി a3 സീക്വൽ എന്താണ്? -1 raised to 3 minus 1 into a raised to 3 എന്ന് പറഞ്ഞു. a raised to 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 raised to 2 minus 1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. അപ്പോൾ -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 into എന്താണ്? 2 square 2 cube അല്ലേ? 2 cube എന്ന് പറഞ്ഞാൽ 8. നമുക്കത് എന്ത് കിട്ടി? 8 കിട്ടി. a3 സീക്വൽ 2 into 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഇനി a4 സീക്വൽ ടു എന്താണ്? -1 raised to 4 minus 1 into 2 raised to 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 raised to cube into 2 raised to 4 എന്ന് പറഞ്ഞാൽ 16. ദാറ്റ് ഈസ് ഈക്വൽ ടു -16 വന്നു. ഇനി a5 സീക്വൽ ടു എന്താണ്? -1 raised to 5 minus 1 into 2 raised to 5 which is equal to -1 raised to 4. അതായത് 5 minus 1 എന്ന് പറഞ്ഞാൽ 4 into എന്താണ്? 2 raised to 5. 2 raised to 5 is equal to 32. അപ്പോൾ 32 that is equal to നമുക്ക് എന്താ? 32. അപ്പോൾ ഫസ്റ്റ് 5 നമ്പേഴ്സ് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ്. ഇങ്ങനെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് എക്സസൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.